സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പഠിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനം വിട്ടു നൽകിയതിന് ഒരു നീതിയുമില്ല, ഒരു ന്യായവുമില്ല. AKG പഠന കേന്ദ്രം, നായനാർ പഠന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് CPM-ന് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിൽ കോൺഗ്രസിന്റെയോ BJP-യുടെ ഒരു പരിപാടി നടന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അതേ രൂപത്തിലാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP-യുടെ പരിപാടി നടന്നിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ ഒരു സ്ഥാപനം, അതിപ്പോ എന്തോ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ഒരു DCC ഓഫീസ് ആയ പോലെ ഒരിക്കലും നടത്താൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ KPCC-യിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് പല പരിപാടികൾക്കായി വിട്ടുകൊടുക്കാറുണ്ട്, അത്തരത്തിൽ വിട്ടുകൊടുത്തതാണ്. അപ്പൊ മറുവശത്ത് ഒരു ചോദ്യമുണ്ട്, എന്ത് പരിപാടിക്കാണ് എന്നത് തിരക്കാതെയാണോ വിട്ടുകൊടുക്കുന്നത്? നമ്മളിപ്പോ ഒരു ഹോള് പോലും റെന്റിന് എടുക്കുകയാണെങ്കിൽ എന്ത് പ്രോഗ്രാം ആണെന്നോടെ പറയേണ്ടി വരും. അത്തരം കാര്യങ്ങൾ പോലും നോക്കാതെയാണോ KPCC ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട്. KPCC പ്രസിഡന്റ് എന്ന പദവിയാണ് എനിക്ക് വലുതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മന്ത്രിക്ക് പറയാനാകുമോ? മുഖ്യമന്ത്രിക്ക് പോലും അത് പറയാനാകില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മന്ത്രിയായി ഞാൻ എന്റെ കടമകൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇത് നോക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന് പറയുകയും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകുക അല്ലെങ്കിൽ തടിയൂരാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ KPCC യോഗത്തിലെങ്കിലും മറുപടി പറയാൻ നിർബന്ധിതനാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ കേരളം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP-യുടെ പഠന ശിബിരം നടക്കുന്നു. അത് എങ്ങനെയാണ് എന്ന് KPCC ചോദിക്കുന്നു. പല ആളുകൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട്, അത്തരത്തിൽ കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായി ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ എന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മറുവശത്ത് KPCC-ക്ക് യഥാർത്ഥത്തിൽ ഒരു നാഥനില്ലാത്തതല്ലേ ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ കഴിയും? 100% ഇത് ചർച്ചയാകേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ഭാഗത്ത് സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുന്നവരാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ, അതേ മറുഭാഗത്ത് കോൺഗ്രസിന്റെ അധീനതയിലുള്ള, കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ സ്ഥാപിച്ച, കോൺഗ്രസ് പ്രവർത്തകർക്ക് രാഷ്ട്രീയം വിദ്യാഭ്യാസം നൽകാൻ സ്ഥാപിച്ച രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP-യുടെ കാട്ടാക്കട മണ്ഡലത്തിന്റെ പഠന ശിബിരം നടക്കുകയാണ്. ശ്രീലാഗയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ ചെയർമാനായി വരുന്നത് അതാത് കാലങ്ങളുള്ള KPCC അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പഠിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനം വിട്ടു നൽകിയതിന് ഒരു നീതിയുമില്ല, ഒരു ന്യായവുമില്ല. ഈ വിഷയത്തിൽ KPCC അടിയന്തരമായി അന്വേഷണം നടത്തണം. ആരാണ് ഇതിന് അനുമതി നൽകിയത്? ഏത് ജീവനക്കാരനാണ് ഇതിന് അനുമതി നൽകിയത്? ഇത് KPCC-യിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാണ്. ഇല്ലെങ്കിൽ കേരളത്തിൽ CPM പറയുന്നത് പോലെ, CPM-ന്റെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാപനത്തിൽ BJP-ക്ക് പഠന ശിബിരം നടത്താൻ അവസരം നൽകിയതെന്നാണ്. അതായത് AKG പഠന കേന്ദ്രം, നായനാർ പഠന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് CPM-ന് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിൽ കോൺഗ്രസിന്റെയോ BJP-യുടെ ഒരു പരിപാടി നടന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അതേ രൂപത്തിലാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP-യുടെ പരിപാടി നടന്നിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് സമ്മതം നൽകിയത് ഏത് ജീവനക്കാരനായാലും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ KPCC നേതൃത്വം തയ്യാറാകണം. അതുമാത്രമല്ല, KPCC നേതൃത്വം ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നതിലും ഒരു തർക്കവുമില്ല. BJP-യുടെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ, അതായത് മാരാർജി ഭവനിലോ മറ്റെവിടെയെങ്കിലോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയോടോ മണ്ഡലം കമ്മിറ്റിയോടോ ഒരു ക്യാമ്പ് നടത്താൻ അനുവദിക്കുമോ? ഒരിക്കലും അനുവദിക്കില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ പോയി ചോദിക്കാൻ ഒരു ധൈര്യം ഒരു കോൺഗ്രസ്സുകാരനും കാണിക്കില്ല. കാരണം അത് BJP-യുടെ അധീനതയിലുള്ള സ്ഥലമാണ്. എങ്ങനെ നെയ്യാർ ഡാമിൽ സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്തരത്തിൽ BJP-ക്ക് പരിപാടി നടത്താൻ അനുമതി ലഭിച്ചു എന്നതാണ് ഒന്നാമത് അന്വേഷിക്കേണ്ട കാര്യം. രണ്ടാമത്, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ താറടിക്കാൻ ആരെങ്കിലും, ഈ സ്ഥാപനത്തിനകത്തുള്ള ആരെങ്കിലും ശ്രമിച്ചോ? ആ കാര്യങ്ങൾ അന്വേഷിക്കണം. എന്തായാലും ഈ വിഷയത്തിൽ കേരളീയ പൊതുസമൂഹത്തോട് മറുപടി പറയാൻ സണ്ണി ജോസഫ് ബാധ്യസ്ഥനാണ്. സണ്ണി ജോസഫ് ബാധ്യസ്ഥനായ കാരണം ഇതിന്റെ ചെയർമാൻ അദ്ദേഹമാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ. സ്വാഭാവികമായും ഒരു ഭാഗത്ത് സംഘപരിവാറിനെതിരെ വലിയ സമരം നടത്തുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെതിരായിട്ടാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വത്തിന്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതൃത്വത്തിന്
അവമതിപ്പുണ്ടാക്കിയ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇതിപ്പോ കോൺഗ്രസ്സുകാർക്ക് പോലും ഒരു പരിധിവരെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കോൺഗ്രസിന്റെ ഒരു സ്ഥാപനം, അതിപ്പോ എന്തോ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ഒരു DCC ഓഫീസ് ആയാൽ പോലും ഒരിക്കലും നടത്താൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ KPCCയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് പല പരിപാടികൾക്കായി വിട്ടുകൊടുക്കാറുണ്ട്. അത്തരത്തിൽ വിട്ടുകൊടുത്തതാണ്. അപ്പൊ മറുവശത്തൊരു ചോദ്യമുണ്ട്, എന്ത് പരിപാടിക്കാണ് എന്നത് തിരക്കാതെയാണോ വിട്ടുകൊടുക്കുന്നത്? നമ്മളിപ്പോ ഒരു ഹാള് പോലും റെന്റിന് എടുക്കുകയാണെങ്കിൽ എന്ത് പ്രോഗ്രാം ആണെന്നവിടെ പറയേണ്ടി വരും. അത്തരം കാര്യങ്ങൾ പോലും നോക്കാതെയാണോ KPCC ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ആരെങ്കിലും കളിച്ചതാണോ? KPCCക്ക് അകത്ത് തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ ചരടുവലികൾ നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിയത്, സണ്ണി ജോസഫ് പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടി പറയണം, പാർട്ടിയോട് മറുപടി പറയണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ MLA ആണ്, മന്ത്രിയാണ്. അപ്പൊ എന്തുകൊണ്ട് KPCCയിൽ, അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയായി മാറുമ്പോൾ KPCCയിൽ പുതിയൊരു പ്രസിഡന്റ് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? എന്തുകൊണ്ട് കോൺഗ്രസിന് അതിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ KPCC മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് എടുത്താൽ ജനീഷ് ഇപ്പോൾ മന്ത്രിയാണ്. അപ്പോൾ ജനീഷിനെ മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കണം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അംഗങ്ങളില്ലാത്ത പാർട്ടിയല്ല. ഒരു പുതിയ KPCC പ്രസിഡന്റിനെയോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെയോ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രത്തോളം താമസം എടുക്കുന്നു എന്ന് ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ സണ്ണി ജോസഫിന് സ്വാഭാവികമായി അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന കാര്യം, ഞാൻ തന്നെയാണ് KPCC പ്രസിഡന്റ്, ഞാൻ നിലവിൽ മന്ത്രിയാണ്, MLA ആണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണമെന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായും പറയാൻ കഴിയും. കാരണം അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് എന്ന പദവിയേക്കാൾ വലുതാണ് കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത്. ഒരിക്കലും KPCC പ്രസിഡന്റ് എന്ന പദവിയാണ് എനിക്ക് വലുതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മന്ത്രിക്ക് പറയാനാകുമോ? മുഖ്യമന്ത്രിക്ക് പോലും പറയാനാകില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മന്ത്രിയായി ഞാൻ എന്റെ കടമകൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇത് നോക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന് പറയുകയും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകുക, അല്ലെങ്കിൽ തടി ഉയരാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അപ്പോഴും മറുവശത്ത് ഒരു ചോദ്യം നിലനിൽക്കുന്നത്, എന്തുകൊണ്ടാണ് KPCCയിൽ പുതിയൊരു അധ്യക്ഷനെ നൽകുക, അല്ലെങ്കിൽ ഒരു പുതിയ KPCC പ്രസിഡന്റിനെ നിയോഗിക്കാൻ കോൺഗ്രസ് കഴിയാത്തത്? അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അപ്പൊ അത് കോൺഗ്രസിന്റെ ഒരു പരാജയം കൂടിയല്ലേ? തീർച്ചയായും കേരളത്തിൽ KPCC പ്രസിഡന്റ് മാറ്റേണ്ട കാലം അതിക്രമിച്ചു. പക്ഷേ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ആഗസ്റ്റിന് ശേഷം മാത്രമേ പുതിയ KPCC അധ്യക്ഷൻ വരൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. മറ്റൊരു വിഷയം പോലെയല്ല, കോൺഗ്രസിന്റെ ഒരു അഭിമാന സ്തംഭമായ ഒരു സ്ഥാപനത്തിനകത്ത് BJPയുടെ ഒരു പഠന ശിബിരം നടന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും അപമാനകരമായ കാര്യമാണ്. അവിടെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ശിബിരം നടത്തിയതല്ല, കാരണം കോൺഗ്രസിന്റെ സ്ഥാപനത്തിൽ ശിബിരം നടത്തി എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം. മറുവശത്തൊരു ചോദ്യമുണ്ട്, BJP എന്തിന് കോൺഗ്രസിന്റെ ഒരു സ്ഥലത്തേക്ക് ശിബിരം നടത്താൻ വേണ്ടി അവർ തെരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഒരു സ്ഥാപനത്തിൽ ശിബിരം നടത്താൻ കഴിഞ്ഞു എന്ന് അവർ പറയുമ്പോൾ അതിന് മറുപടി പറയാൻ കൂടി KPCC ആണ് ബാധ്യസ്ഥരായിരിക്കുന്നത്. ആ വിഷയത്തിനകത്ത് KPCC എടുക്കുന്ന നിലപാട് ഇനി എന്തായിരിക്കും? സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ KPCC യോഗത്തിലെങ്കിലും മറുപടി പറയാൻ നിർബന്ധിതനാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ വിഷയത്തിൽ ഇനി KPCC പൊതുസമൂഹത്തോട് എന്തെങ്കിലും പറയുമോ എന്നറിയാനാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്.